പൂരം നടത്തിപ്പിനെതിരെയുള്ള നിയമങ്ങൾ പിൻവലിക്കണമെന്ന ആവശ്യം ശക്തം. തൃശൂരിൽ പ്രതീകാത്മക പൂരം നടത്തി പൂരപ്രേമി സംഘം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപടിയെടുക്കണമെന്ന് മുൻമന്ത്രി VS സുനിൽകുമാർ. ഹൈക്കോടതി മാർഗനിർദ്ദേശമനുസരിച്ച് തൃശൂർ പൂരം നടത്താനാകില്ലെന്ന് പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾ. തൃശൂർ ശക്തൻ ബസ് സ്റ്റാൻഡ് ആധുനിക രീതിയിൽ കോൺക്രീറ്റിംഗ് ചെയ്യുന്ന പ്രവൃത്തികൾക്ക് തുടക്കമായി. നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഏർപ്പെടുത്തിയ ക്രമീകരണം വൻ ഗതാഗത കുരുക്കിന് ഇടയാക്കി. തൃശൂർ ശക്തൻ നഗറിൽ KSRTC ബസ് ഇടിച്ച് തകർന്ന ശക്തൻ തമ്പുരാന്റെ പ്രതിമ അറ്റകുറ്റപ്പണികൾക്ക് ശേഷം പുനഃസ്ഥാപിച്ചു. 5 മാസത്തിന് ശേഷമാണ് പ്രതിമ പുനഃസ്ഥാപിച്ചത്. തളിക്കുളം ഹാഷിദ കൊലക്കേസിൽ പ്രതിക്ക് ജീവപര്യന്തം തടവും 1,50,500 രൂപ പിഴയും ശിക്ഷ. കാട്ടൂർ പടിക്കർമൂല സ്വദേശി മുഹമ്മദ് ആസിഫ് അസീസിനെയാണ് ഇരിഞ്ഞാലക്കുട അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ശിക്ഷിച്ചത്. ഇനി ശരണം വിളിയുടെ നാളുകൾ. മണ്ഡലകാലത്ത് തീർത്ഥാടകരെ വരവേൽക്കാൻ ഗുരുഭവനപുരി ഒരുങ്ങി. വാർത്തകൾ വിശദമായി. പൂരം നടത്തിപ്പിനെതിരെയുള്ള നിയമങ്ങൾ പിൻവലിക്കണമെന്ന ആവശ്യം ശക്തം. തൃശൂരിൽ പ്രതീകാത്മകമായി പൂരം നടത്തി പൂരപ്രേമി സംഘം. പൂരത്തിനായി നിയമ പോരാട്ടങ്ങൾക്ക് തയ്യാറെടുത്ത പൂരപ്രേമി സംഘം. വിശ്വപ്രസിദ്ധമായ പൂരങ്ങളുടെ പൂരത്തിലെ തെക്കോട്ടിറക്കത്തിന് വേദിയാകുന്ന തെക്കേ ഗോപുരനടയാണ് പ്രതീകാത്മക പൂരത്തിനും വേദിയായത്. ഹൈക്കോടതി മാർഗനിർദ്ദേശം പാലിച്ചായിരുന്നു പ്രതിഷേധ പൂരം. ആദ്യം ആനകൾ തമ്മിലുള്ള അകലം അളന്ന് തിട്ടപ്പെടുത്തി. പിന്നീട് മേളക്കാർക്കും കാഴ്ചക്കാർക്കുമുള്ള ദൂരപരിധിയും അളന്നുറപ്പിച്ചു. എന്നാൽ ആനകൾക്ക് പകരം ആളുകൾ തന്നെ നെറ്റിപ്പട്ടവും ആലവട്ട വെഞ്ചാമരങ്ങളും പിടിച്ചായിരുന്നു മേളത്തിന്റെ അകമ്പടിയിൽ പ്രതീകാത്മക പൂരം അരങ്ങേറിയത്. കേന്ദ്ര ഏജൻസിയായ പെസോയുടെ കടുത്ത വെടിക്കെട്ട് നിയന്ത്രണങ്ങൾക്ക് പിന്നാലെ കേരള ഹൈക്കോടതി ആനയെഴുന്നള്ളിപ്പിന് മാർഗനിർദ്ദേശം കൂടി പുറപ്പെടുവിച്ചതോടെ തൃശൂർ പൂരമടക്കമുള്ള ഉത്സവാഘോഷങ്ങൾ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിലാണ് പ്രതിഷേധവുമായി പൂരപ്രേമി സംഘം രംഗത്തെത്തിയത്. പൂരങ്ങളും ഉത്സവങ്ങളും നല്ല രീതിയിൽ നടക്കുന്നതിനു വേണ്ടി, അതിൻ്റെ തനിമയോടുകൂടി നടത്തുന്നതിനു വേണ്ടി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെയും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി, സുപ്രീം കോടതി അടക്കമുള്ള കോടതികളിലും പൂരത്തിൻ്റെ നിജസ്ഥിതിയും ഇതിൻ്റെ സത്യസന്ധതയും വെളിപ്പെടുത്തി ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള പെരുവനമാറാട്ടുപുഴ പൂരങ്ങളും ലോകപ്രശസ്തിയാർജിച്ച തൃശൂർ പൂരവും മേളപ്രധാനമായ കുട്ടനല്ലൂർ പൂരവും ഉത്രാളിക്കാവ് പൂരവും ഗുരുവായൂർ തൃപ്പൂണിത്തുറ ഉത്സവങ്ങളുമടക്കം നിരവധി ഉത്സവം നടക്കേണ്ടതിൻ്റെ പ്രാധാന്യവും അതിലെ ജീവിച്ചു പോകുന്ന വലിയൊരു സമൂഹത്തിൻ്റെയും അവസ്ഥ കോടതിയെയും സർക്കാരിനെയും ബോധ്യപ്പെടുത്തുക, അതിനുവേണ്ട ഈ പൂരങ്ങൾ തനത് രീതിയിൽ നടത്താനുള്ള സൗകര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് പൂരപ്രേമി സംഘത്തിൻ്റെ ഉദ്ദേശം. ഹൈക്കോടതി വിധി പ്രായോഗികമല്ല. പൂരത്തിൻ്റെ എല്ലാ ചടങ്ങുകളെയും ഇത് ബാധിക്കും. ഈ നിർദ്ദേശങ്ങൾ നിയന്ത്രണങ്ങൾക്ക് വേണ്ടിയല്ല, എല്ലാം നിലച്ചു പോകാൻ വേണ്ടിയുള്ളതാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇവയ്ക്കെതിരെ നടപടിയെടുക്കണം. സംസ്ഥാന സർക്കാർ ഇതിനെതിരെ നിയമനിർമ്മാണം കൊണ്ടുവരണമെന്നും മുൻ മന്ത്രി കൂടിയായ അഡ്വക്കേറ്റ് VS സുനിൽകുമാർ പൂരോത്സവ സംരക്ഷണ കൂട്ടായ്മയിൽ പങ്കെടുത്തു പറഞ്ഞു. കേന്ദ്ര ഗവൺമെന്റിന്റെ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്ന നിയന്ത്രണങ്ങൾ അപ്രായോഗികമായി മാറിയതോടുകൂടി കേരളത്തിൽ നടക്കുന്ന ഒരു പൂരത്തിനും വെടിക്കെട്ട് നടത്താൻ പറ്റാത്ത സാഹചര്യമാണ്. ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ആന പരിപാലനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള യാതൊരു പ്രായോഗികതയും ഇല്ലാത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയതോടുകൂടി തൃശൂർ പൂരം ഉൾപ്പെടെയുള്ള പരമ്പരാഗതമായി നടന്നു വരുന്ന എല്ലാ ഉത്സവങ്ങളും ആന എഴുന്നള്ളിപ്പ് തടസ്സപ്പെട്ടിരിക്കുകയാണ്. മാത്രമല്ല 3 മണിക്കൂറിനധികം ഒരു ആന എഴുന്നള്ളിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ഈ പൂരം നടത്തണമെങ്കിൽ 5 സെറ്റ് ആനകളെ വെക്കേണ്ടി വരും. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുന്നോട്ട് വെച്ചിരിക്കുന്ന ഈ നിർദ്ദേശങ്ങളെ പ്രായോഗികമായ രീതിയിലേക്ക് മറികടക്കാൻ കഴിയുന്ന തരത്തിലുള്ള നിയമനിർമ്മാണം സംസ്ഥാന ഗവൺമെന്റ് നടത്താൻ കഴിയുമോ എന്ന കാര്യം അടിയന്തരമായിട്ട് ആലോചിച്ച് യുദ്ധകാലാടിസ്ഥാനത്തിൽ അതിനുവേണ്ട തീരുമാനം എടുക്കണമെന്നാണ്. നിലച്ചു പോകാത്ത നിലയിൽ ആവശ്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാന ഗവൺമെന്റ് ആണെങ്കിലും കേന്ദ്ര ഗവൺമെന്റ്, 2 ഗവൺമെന്റുകൾക്ക് ഇത് ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തം നിർവഹിക്കാൻ ആവശ്യമായ നടപടികൾ ഉണ്ടാവണം. മുൻ MLA TV ചന്ദ്രമോഹൻ, കൊച്ചിൻ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് V നന്ദകുമാർ, തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി K ഗിരീഷ് കുമാർ, വാദ്യകലാക്ഷേമ സഭാ പ്രസിഡന്റ് ഉണ്ണി നെച്ചിക്കോട്ട് തുടങ്ങിയവർ സംസാരിച്ചു. പൂരപ്രേമി സംഘം പ്രസിഡന്റ് ബൈജു താഴേക്കാട്ട്, സെക്രട്ടറി അനിൽകുമാർ മോച്ചാട്ടിൽ, കൺവീനർ വിനോദ് കണ്ടേങ്കാവിൽ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. TCV തൃശൂർ. ആനകളെ എഴുന്നള്ളിക്കുന്നത് സംബന്ധിച്ച ഹൈക്കോടതി നിർദ്ദേശപ്രകാരം തൃശൂർ പൂരം നടത്താനാവില്ലെന്ന് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ. 36 മണിക്കൂർ നീണ്ടുനിൽക്കുന്ന പൂരത്തിൽ ഒരു വിഭാഗത്തിന് തന്നെ 150 ആനകൾ വേണ്ടിവരും. ഉത്സവങ്ങളെ ഇല്ലാതാക്കുന്നതിനു വേണ്ടി ഇറങ്ങിയ NGOകളെ മാത്രം കേട്ട് തീരുമാനങ്ങളെടുക്കരുതെന്നും കേസിൽ തിരുവമ്പാടി കക്ഷി ചേരുമെന്നും ദേവസ്വം സെക്രട്ടറി K ഗിരീഷ് കുമാർ പറഞ്ഞു. പൂരം നടത്താതിരിക്കാനാണ് ഇപ്പോഴത്തെ നീക്കം.
ഇപ്പോഴത്തെ നിയന്ത്രണങ്ങൾ പാലിച്ചാൽ മഠത്തിലവരവും തെക്കോട്ടിറക്കവും നടത്താൻ കഴിയില്ലെന്നും തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി ചൂണ്ടിക്കാട്ടി. ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട മാർഗരേഖ മറികടക്കാൻ സംസ്ഥാന സർക്കാർ ഇടപെടണമെന്ന് പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി ജി രാജേഷ് പറഞ്ഞു. ആനയും തീവെട്ടിയും തമ്മിൽ 5 മീറ്ററും ജനങ്ങളും ആനയും തമ്മിൽ 8 മീറ്ററും അകലം വേണമെന്നും ആനകൾ നിൽക്കുന്ന സ്ഥലത്ത് ബാരിക്കേഡ് സംവിധാനമുണ്ടാകണമെന്നുമാണ് ഹൈക്കോടതിയുടെ പ്രധാന നിർദ്ദേശങ്ങൾ. പൂരം നടത്തിപ്പിനുള്ള നിയമങ്ങൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് തെക്കേ ഗോപുരനടയിൽ പൂരപ്രേമി സംഘം പ്രതീകാത്മക പൂരം സംഘടിപ്പിച്ചു. ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി മാർഗനിർദ്ദേശങ്ങൾ തൃശൂർ പൂരത്തിനോ ഉത്സവങ്ങൾക്കോ എതിരല്ലെന്നും മൃഗാവകാശങ്ങൾ സംരക്ഷിക്കപ്പെടാനാണെന്നും കേരളത്തിലെ പ്രധാന മൃഗാവകാശ സംഘടനകളുടെ സംയുക്ത സംഘടനയായ സമസൃഷ്ടി തൃശൂരിൽ അറിയിച്ചു. തൃശൂർ പൂരം നിയമം ലംഘിച്ചാണ് നടക്കുന്നത്. ഇതിന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒത്താശ ചെയ്യുകയാണ്. ഇതിനെ തടയിടുകയാണ് ഹൈക്കോടതി ചെയ്തത്. ആനകളുടെയും ജനങ്ങളുടെയും സുരക്ഷ മാനിച്ച് ദൂരപരിധിയിലടക്കം കൃത്യമായ മാർഗനിർദ്ദേശങ്ങളാണ് ഹൈക്കോടതി നൽകിയത്. ഇത് പാലിക്കപ്പെടുകയാണ് വേണ്ടത്. സർക്കാർ അതിന് തയ്യാറാകണമെന്നും സംഘടന ആവശ്യപ്പെട്ടു. നിയമപ്രകാരമാണ് പൂരം നടന്നത്. പൂരം നടത്തുന്നത് ഈ നിയമങ്ങൾ കംപ്ലീറ്റ് ലംഘിച്ചിട്ടും ആ ലംഘനത്തിന് റവന്യൂ മന്ത്രി അടക്കമുള്ളവര്, വനമന്ത്രി അടക്കമുള്ളവര്, മുഖ്യമന്ത്രി അടക്കമുള്ളവര് എല്ലാ ഒത്താശയും ചെയ്തിട്ടാണ് പൂരം നടന്നിട്ടുണ്ടെന്ന് ഹൈക്കോടതി ഇപ്പൊ മനസ്സിലായി. ഈ എഴുന്നള്ളിക്കാനായിട്ട് ആനകൾക്ക് വേണമെന്ന് ഇന്ത്യൻ ഭരണഘടനയും പല വകുപ്പുകളും പറയുന്ന ഒരു രേഖയും തൃശ്ശൂരല്ല കേരളത്തിൽ ഒരു ആനയ്ക്കില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള സംവിധാനമുള്ള സമയത്ത് നിയമവിരുദ്ധത ഇല്ലാതെ പൂരം നടത്തിക്കൊള്ളാനേ കോടതി പറഞ്ഞിട്ടുള്ളൂ. ഇത് പൂരത്തിനെതിരുള്ള വിധിയല്ല. അതേസമയം വിദേശ ഏജൻസികളിൽ നിന്നും പണം പറ്റി തൃശൂർ പൂരം അടക്കമുള്ള ഉത്സവാഘോഷങ്ങൾ തകർക്കാനാണ് തങ്ങൾ ശ്രമിക്കുന്നതെന്നത് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ്. തങ്ങളുടെ സംഘടനകൾക്ക് നിയമസേവനം പോലും പലപ്പോഴും സൗജന്യമായിട്ടാണ് ഭൂരിഭാഗം അഭിഭാഷകരും ചെയ്തു നൽകുന്നത്. ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർ നിജസ്ഥിതി അറിയാൻ നിയമപരമായി തയ്യാറാകണമെന്നും സംഘടന പറഞ്ഞു. തെരുവുനായ ശല്യത്തിന് പരിഹാരം കാണാൻ സർക്കാർ ABC പദ്ധതി നടപ്പിലാക്കുകയാണ് വേണ്ടത്. മനുഷ്യരുടെ മൃഗങ്ങളോടുള്ള പെരുമാറ്റ രീതി തന്നെ മാറിയാൽ ഒരു പരിധിവരെ മൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാൻ കഴിയും. വന്യജീവികളുടെ ആവാസ വ്യവസ്ഥയ്ക്ക് കോട്ടം തട്ടുന്ന രീതിയിലുള്ള കയ്യേറ്റങ്ങളും പ്രവൃത്തികളുമാണ് വന്യജീവി സംഘർഷങ്ങൾക്ക് പ്രധാന കാരണമെന്നും സംഘടന ചൂണ്ടിക്കാട്ടി. മൃഗങ്ങളുടെ അവകാശങ്ങളും സംരക്ഷണവും ക്ഷേമവും ഉറപ്പുവരുത്തുന്നതിനു വേണ്ടി കേരളത്തിലെ 8 പ്രധാനപ്പെട്ട മൃഗാവകാശ സംഘടനകൾ ഒരുമിച്ച് ചേർന്ന് രൂപം നൽകിയതാണ് സമസൃഷ്ടി ഫെഡറേഷൻ ഓഫ് ആനിമൽ റൈറ്റ്സ് ഓർഗനൈസേഷൻ ഓഫ് കേരള എന്ന പുതിയ സംഘടന. ഒറ്റപ്പെട്ട പോരാട്ടങ്ങൾക്ക് പകരമായി കൂട്ടായ പ്രവൃത്തികൾ കൂടുതൽ ഗുണകരമാകുമെന്ന പ്രതീക്ഷയാണ് സംഘടനയ്ക്കുള്ളതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സംഘടനാ പ്രസിഡന്റ് MN ജയചന്ദ്രൻ, വൈസ് പ്രസിഡന്റ് ഡോക്ടർ സുഷമ പ്രഭു, ട്രസ്റ്റിമാരായ വെങ്കിടാചലം, ചിത്ര അയ്യർ, ശ്രീദേവി S കർത്ത എന്നിവർ പങ്കെടുത്തു. TCV തൃശൂർ. കേരള ഹൈക്കോടതി നാട്ടാനകളെ സംരക്ഷിക്കുവാനും ഉത്സവാഘോഷങ്ങളിലെ ആന എഴുന്നള്ളിപ്പ് സുരക്ഷിതമാക്കുവാനും പുറപ്പെടുവിച്ചിട്ടുള്ള പുതിയ മാർഗനിർദ്ദേശങ്ങളിൽ പലതും അപ്രായോഗികവും ആന എഴുന്നള്ളിപ്പുകളുടെ അന്തകവിത്തുമായി ഉടൻ തന്നെ മാറുമെന്നും എലിഫന്റ് വെൽഫെയർ ട്രസ്റ്റ് ഓഫ് ഇന്ത്യ ചെയർമാൻ KP മനോജ് കുമാർ പറഞ്ഞു. ആനകളുടെ സംരക്ഷണവും സുരക്ഷയും പറഞ്ഞ് അപ്രായോഗികമായ നിർദ്ദേശങ്ങൾ വെച്ച് കേരളത്തിൽ നൂറ്റാണ്ടുകളായി നടന്നുകൊണ്ടിരിക്കുന്ന ലോകപ്രസിദ്ധമായ തൃശൂർ പൂരം അടക്കം ചെറുതും വലുതുമായ 10,000-കണക്കിന് ആഘോഷങ്ങൾ ഇല്ലാതാക്കുവാൻ ശ്രമിക്കുന്നത് ശരിയല്ല. രാത്രി 10 മണി മുതൽ 4 മണി വരെ ആനകളുടെ യാത്ര പാടില്ല എന്ന് പറഞ്ഞാൽ 1435-ലേറെ വർഷം പഴക്കമുള്ള പെരുവനം ആറാട്ടുപുഴ പൂരം അടക്കമുള്ള എല്ലാ രാത്രി പൂരങ്ങളും അവസാനിക്കും. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെ പൊതുവഴിയിൽ ആന എഴുന്നള്ളിപ്പ് പാടില്ലെന്ന് നിർദ്ദേശിച്ചാൽ തൃശൂർ പൂരം ഉൾപ്പെടെ എല്ലാ പൂരങ്ങളും നേർച്ചകളും പെരുന്നാളുകളും എന്നേക്കുമായി അവസാനിക്കുമെന്നും എലിഫന്റ് വെൽഫെയർ ട്രസ്റ്റ് ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി. തൃശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് ത്രിതല അന്വേഷണത്തിന്റെ ഭാഗമായി 2ാം-ഘട്ട അന്വേഷണ സംഘം തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറിയുടെയും ജോയിന്റ് സെക്രട്ടറിയുടെയും മൊഴിയെടുത്തു. മലപ്പുറം ASP ഫിറോസിന്റെ നേതൃത്വത്തിലാണ് തൃശൂർ പോലീസ് ക്ലബ്ബിൽ വെച്ച് തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി K ഗിരീഷ് കുമാറിന്റെയും ജോയിന്റ് സെക്രട്ടറി P ശശിയുടെയും മൊഴിയെടുത്തത്. പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് റവന്യൂ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും വീഴ്ചയുണ്ടായോ എന്ന വിവരമാണ് ചോദിച്ചതെന്ന് ഇരുവരും പറഞ്ഞു. നടന്ന കാര്യങ്ങളെല്ലാം അന്വേഷണ സംഘത്തിന് മുന്നിൽ വിശദമായി തന്നെ പറഞ്ഞു. സംഭവമുണ്ടായപ്പോൾ കളക്ടറെയും കമ്മീഷണറെയും ഫോണിൽ വിളിച്ചെങ്കിലും കമ്മീഷണർ ഫോൺ എടുത്തില്ല. കളക്ടർ വരാമെന്ന് പറഞ്ഞെങ്കിലും അപ്പോൾ വന്നില്ലെന്നും വന്നിരുന്നെങ്കിൽ പ്രശ്നം ഉണ്ടാകില്ലായിരുന്നുവെന്നും ദേവസ്വം സെക്രട്ടറി K ഗിരീഷ് കുമാറും ജോയിന്റ് സെക്രട്ടറി P ശശിയും പറഞ്ഞു. കളക്ടറെയും SPനും വിളിച്ചു പറഞ്ഞു. നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റാണ് വിളിച്ചത്. പലവട്ടം SP വിളിച്ചു പറഞ്ഞപ്പോൾ അങ്ങൊരു ഫോൺ എടുത്തില്ല. കളക്ടർ ഫോൺ എടുത്ത് പറഞ്ഞു, ഞാനിപ്പോൾ തന്നെ വരാം, നിങ്ങൾ നടുവിലാൽ തന്നെ നിൽക്കുമോ എന്ന് പറഞ്ഞു.
ഞങ്ങൾ 1.5-2 മണിക്കൂറോളം നടുവിലാലിൽ പന്തലിൻ്റെ അവിടെ നിന്നു. ഈ കളക്ടർ എത്തിയില്ല. അതിനുശേഷമാണ് ഞങ്ങൾ കടുത്ത നടപടികളിലേക്ക് നമ്മൾ പോയത്. ഈ പൂരം നിർത്തിവെക്കുമ്പോൾ കളക്ടർ ഞങ്ങൾ ഫോൺ ചെയ്തിട്ടും ഇത്ര സമയമെടുത്തിട്ടും അദ്ദേഹം വന്നില്ല. പിന്നീട് ഞങ്ങളെ ശ്രീമൂലസ്ഥാനത്തുള്ള കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ ഓഫീസിലിരുന്ന് ഒരു 2 മണിയോട് കൂടിയിട്ട് അദ്ദേഹം അവിടെ എത്തുകയും അവിടേക്ക് ഞങ്ങളെ വരാൻ വിളിക്കുകയാണ് ഉണ്ടായത്. അപ്പോഴേക്കും നമ്മുടെ കയ്യിൽ നിന്ന് എല്ലാം പൂരപ്രേമികളും ആഘോഷ കമ്മിറ്റിവരും ഇതെല്ലാം ഏറ്റെടുത്ത് ഈ പ്രശ്നം വളരെ രൂക്ഷമായി കഴിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ഈ 2 വീഴ്ചകളാണ് റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഉണ്ടായത് എന്ന് നമ്മൾ വ്യക്തമായി മൊഴി നൽകിയിട്ടുണ്ട്. മന്ത്രിയെയും വിളിച്ചിരുന്നു. 2023 തീരുമാനത്തിന് ഘടകവിരുദ്ധമായിട്ടായിരുന്നു നിശ്ചയിച്ച സമയത്തിനു മുന്നേ പൂരപ്പറമ്പിലെ വഴികളെല്ലാം അടച്ചുകെട്ടിയത്. കളക്ടർ വരാനുള്ള 2 മണിക്കൂർ വൈകിയതാണ് പ്രശ്നത്തിന് കാരണമായതെന്നാണ് ഇരുവരും മൊഴി നൽകിയത്. TCV തൃശൂർ. തൃശൂർ ശക്തൻ ബസ് സ്റ്റാൻഡിന്റെ തെക്കുഭാഗം ആധുനിക രീതിയിലുള്ള കോൺക്രീറ്റിംഗ് ചെയ്യുന്നതിന് തുടക്കമായി. കോൺക്രീറ്റിംഗിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള കല്ലിടലും നിർമ്മാണ ഉദ്ഘാടനവും P. ബാലചന്ദ്രൻ MLA നിർവഹിച്ചു. മേയർ MK വർഗീസ് അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി മേയർ ML റോസി, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വർഗീസ് കണ്ടംകുളത്തി, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കരോളിൻ ജെറീഷ്, ഡിവിഷൻ കൗൺസിലർ സിന്ധു ആൻഡോ ചാക്കോള, ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് MS പ്രേംകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. 2 കോടി രൂപ ചെലവഴിച്ച് ബസ് സ്റ്റാൻഡിന്റെ തെക്കുഭാഗം കോൺക്രീറ്റിംഗും സ്റ്റാൻഡിന്റെ ഉൾഭാഗത്തെ അറ്റകുറ്റപ്പണികളും 3 മാസം കൊണ്ട് പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. അതുവരെ ശക്തൻ ബസ് സ്റ്റാൻഡിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് താൽക്കാലിക ബസ് സ്റ്റാൻഡ് സജ്ജമാക്കിയിട്ടുണ്ട്. ശക്തൻ നഗറിന്റെ സമഗ്ര മാറ്റത്തിനായുള്ള ശക്തൻ മാസ്റ്റർ പ്ലാൻ തയ്യാറാകുന്നതോടെ PPP മോഡൽ, CSR ഫണ്ട്, ഓൺ ഫണ്ട് തുടങ്ങിയവ പ്രയോജനപ്പെടുത്തി ബസ് സ്റ്റാൻഡ് ആധുനികവൽക്കരിക്കാനാണ് കോർപ്പറേഷൻ ലക്ഷ്യമിട്ടിരിക്കുന്നത്. നിലവിൽ ശക്തൻ ബസ് സ്റ്റാൻഡിൽ വടക്കുഭാഗത്ത് നിന്ന് സർവീസ് നടത്തുന്ന ബസ്സുകൾ വടക്കുഭാഗത്തുള്ള റോഡിലേക്ക് പ്രവേശിച്ച് മാതൃഭൂമി ജംഗ്ഷൻ വഴിയാണ് സർവീസ് നടത്തുക. TCV ന്യൂസ് തൃശൂർ. തൃശൂർ നഗരത്തിൽ വൻ ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടു. ശക്തൻ സ്റ്റാൻഡിലെ കോൺക്രീറ്റിംഗിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയ ഗതാഗത നിയന്ത്രണമാണ് വൻ ഗതാഗത കുരുക്കിന് വഴിവെച്ചത്. ഈസ്റ്റ് CI MV ജിജോയുടെ നേതൃത്വത്തിൽ കൂടുതൽ പോലീസിനെ നിയോഗിച്ചാണ് കുരുക്കഴിച്ചത്. വൈകിട്ട് 5 മുതൽ 7:30 വരെയായിരുന്നു ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടത്. ഇക്കണ്ടവാരി റോഡ്, പഴയ പട്ടാളം റോഡ്, മുണ്ടുപാലം റോഡ് എന്നിവിടങ്ങളിൽ വാഹനങ്ങൾ കുരുക്കിൽപ്പെട്ടു. തകർന്നു കിടക്കുന്ന തൃശൂർ പൂത്തോൾ ശങ്കരയ്യർ റോഡ് വീതി കൂട്ടി അത്യാധുനിക രീതിയിൽ BMBC-യാക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ശനിയാഴ്ച തുടക്കമാകും. ടാറിംഗ് പൂർത്തിയാകുന്നതുവരെ ശനിയാഴ്ച മുതൽ ഈ വഴിയിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും ഒഴിവാക്കി മറ്റു വഴികൾ ഉപയോഗപ്പെടുത്തേണ്ടതാണെന്ന് അധികൃതർ അറിയിച്ചു. തൃശൂർ ശക്തൻ നഗറിൽ KSRTC ബസ് ഇടിച്ച് തകർന്ന ശക്തൻ തമ്പുരാന്റെ പ്രതിമ അറ്റകുറ്റപ്പണികൾക്ക് ശേഷം പുനഃസ്ഥാപിച്ചു. 5 മാസത്തോളം എടുത്ത് കേടുപാടുകൾ തീർത്തതിന് ശേഷമാണ് വെള്ളിയാഴ്ച പ്രതിമ പുനഃസ്ഥാപിച്ചത്. തൃശൂരിന്റെ ശില്പിയായ ശക്തൻ തമ്പുരാനോടുള്ള ആദരസൂചകമായി തൃശൂർ കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ 13 വർഷം മുൻപാണ് ശക്തൻ സ്ക്വയറിൽ 1.5 ടൺ ഭാരമുള്ള ശക്തൻ തമ്പുരാന്റെ പൂർണ്ണകായ പ്രതിമ സ്ഥാപിച്ചത്. കഴിഞ്ഞ ജൂൺ 9 പുലർച്ചെ നിയന്ത്രണം വിട്ട KSRTC ബസ് ഇടിച്ച് പ്രതിമ തകരുകയായിരുന്നു. സർക്കാരിന്റെയും കോർപ്പറേഷന്റെയും ഇടപെടലിൽ പ്രതിമയുടെ ശില്പി കുന്നുവിള മുരളി തിരുവനന്തപുരം പാപ്പനംകോട്ടുള്ള നിർമ്മാണ കേന്ദ്രത്തിൽ എത്തിച്ച് പ്രതിമയുടെ കേടുപാടുകൾ തീർക്കുകയായിരുന്നു. ശില്പി കുന്നുവിള മുരളിയുടെ നേതൃത്വത്തിൽ DTO TA ഉബൈദ് തുടങ്ങി KSRTC ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലാണ് പ്രതിമ പുനഃസ്ഥാപനം നടന്നത്. പ്രതിമയ്ക്ക് ചുറ്റുമുള്ള നിർമ്മാണ സൗന്ദര്യവൽക്കരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയ ശേഷം പ്രതിമ അനാച്ഛാദനം ചെയ്യും. TCV ന്യൂസ് തൃശൂർ. തളിക്കുളം ഹാഷിദ കൊലക്കേസിൽ പ്രതിയെ ജീവപര്യന്തം തടവിനും 1,50,500 രൂപ പിഴ അടയ്ക്കുന്നതിനും ഇരിഞ്ഞാലക്കുട കോടതി ശിക്ഷിച്ചു. തളിക്കുളം അയിനിച്ചൂട് സ്വദേശി അരവശ്ശേരി വീട്ടിൽ ഹാഷിദയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലാണ് പ്രതിയും ഭർത്താവുമായ കാട്ടൂർ പണിക്കർമൂല സ്വദേശി മംഗലത്തറ വീട്ടിൽ മുഹമ്മദ് ആസിഫ് അസീസിനെ ഇരിഞ്ഞാലക്കുട അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജ് വിനോദ് കുമാർ ശിക്ഷിച്ചത്. 2022 ആഗസ്റ്റ് 20-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. കുടുംബ വഴക്കിന്റെ വിരോധത്താൽ ബാഗിൽ ഒളിപ്പിച്ചു കൊണ്ടുവന്ന വാൾ ഉപയോഗിച്ച് വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. പ്രോസിക്യൂഷനു വേണ്ടി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ജോജി ജോർജ്, അഡ്വക്കേറ്റുമാരായ PA ജെയിംസ്, എബിൻ ഗോപുരൻ, അൽജോ P ആന്റണി, TG സൗമ്യ എന്നിവർ ഹാജരായി. ശരണം വിളികളോടെ മണ്ഡലകാലത്തിന് ശനിയാഴ്ച തുടക്കമാകും. ഇനി വ്രതശുദ്ധിയുടെ നാളുകൾ. മണ്ഡലകാല പൂജയ്ക്കായി ശബരിമല നട തുറന്നു. ശബരിമല ദർശനത്തിനുള്ള തീർത്ഥാടനത്തിനും ഇതോടെ തുടക്കമായി. ജില്ലയിലും തീർത്ഥാടകർക്കായി നിരവധി ഇടത്താവളങ്ങൾ ഒരുക്കിയിട്ടുണ്ട്.
തീർത്ഥാടകരെ വരവേൽക്കാൻ ഗുരുഭവനപുരി ഒരുങ്ങി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഏറ്റവും കൂടുതൽ ഭക്തർ എത്തിച്ചേരുന്നത് മണ്ഡലകാലത്താണ്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെ ആയിരങ്ങളാണ് ദിനംപ്രതി ഗുരുവായൂരിൽ എത്തുക. തീർത്ഥാടകർക്ക് വിരിവയ്ക്കുവാനും കെട്ടുനിറയ്ക്കാനും ക്ഷേത്രത്തിൽ സൗകര്യങ്ങളുണ്ട്. ക്ഷേത്രത്തിൽ മണ്ഡലകാല പൂജകൾക്ക് വൃശ്ചികപ്പിറവി ദിനമായ ശനിയാഴ്ച തുടക്കമാകും. മണ്ഡലകാലത്ത് ആദ്യ 30 ദിവസം ക്ഷേത്രത്തിൽ രാവിലെ കാഴ്ചശീവേലിക്ക് 5 പ്രദക്ഷിണം ഉണ്ടാകും. ഇടുതുടി, വീരാണം എന്നീ വിശേഷ വാദ്യങ്ങൾ ശീവേലിക്ക് അകമ്പടിയാകും. ശനിയാഴ്ച മുതൽ 40 ദിവസം ഉച്ചപൂജയ്ക്ക് മുൻപ് ഗുരുവായൂരപ്പന് പഞ്ചഗവ്യം അഭിഷേകം ചെയ്യും. പ്രത്യേകമായി തയ്യാറാക്കുന്ന പഞ്ചഗവ്യം പ്രത്യേക പൂജകൾ നടത്തി ചൈതന്യപൂരിതമാക്കിയാണ് ഗുരുവായൂരപ്പന് അഭിഷേകം ചെയ്യുക. മണ്ഡലം 41-ാം ദിവസം കളഭാട്ടമാണ്. ഗുരുവായൂരപ്പന് ദിവസവും കളഭം ചാർത്താറുണ്ടെങ്കിലും അഭിഷേകം നടത്തുന്നത് വർഷത്തിൽ മണ്ഡല സമാപന ദിവസം മാത്രമാണ്. കോഴിക്കോട് സാമൂതിരി രാജാവിന്റെ വക വഴിപാടായാണ് കളഭാഭിഷേകം നടത്തുന്നത്. ശരണം വിളികൾ ഉയരുന്ന പുണ്യകാലത്തെ വരവേൽക്കാൻ ആറാട്ടുപുഴ ഒരുങ്ങി. വർഷം തോറും നടത്തിവരുന്ന ആറാട്ടുപുഴ ദേശവിളക്ക് വൈവിധ്യമാർന്ന പരിപാടികളോടെ ശനിയാഴ്ച ആഘോഷിക്കും. രാവിലെ ശാസ്താവിന് 108 കരിക്ക് അഭിഷേകം നടക്കും. തുടർന്ന് ചുറ്റുവിളക്ക് സമർപ്പണം, അഞ്ചമ്പല നിർമ്മാണത്തിനുള്ള കാൽനാട്ടുകർമ്മം, വൈകിട്ട് ചുറ്റുവിളക്ക്, മുളകുന്നത്തുകാവ് രഞ്ജിത്ത് നമ്പ്യാരും കോതൂർ വിഷ്ണുവാര്യരും നയിക്കുന്ന തായമ്പക അവതരണം എന്നിവ നടക്കും. തെരുവ് നായയുടെ ആക്രമണത്തിൽ 2 കുട്ടികൾക്ക് പരിക്കേറ്റു. കുഴിക്കാട്ടുശ്ശേരി സെയിന്റ് മേരീസ് ഹൈസ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിക്കും നഴ്സറി സ്കൂളിലെ UKG വിദ്യാർത്ഥിക്കുമാണ് തെരുവ് നായയുടെ കടിയേറ്റത്. നായയെ കണ്ട് ഭയന്നോടി വീണ വിദ്യാർത്ഥിനിക്കും നിസാര പരിക്കുണ്ട്. വാഹനത്തിൽ സ്കൂളിന് മുന്നിലെ റോഡിൽ ഇറങ്ങി കവാടത്തിന് മുന്നിലെത്തിയപ്പോഴാണ് നായ ആക്രമിച്ചത്. സ്കൂളിനകത്ത് കിടന്നിരുന്ന നായയെ പുറത്തേക്ക് ഓടിച്ചപ്പോഴാണ് കുട്ടികളെ ആക്രമിച്ചത്. നായയുടെ കടിയേറ്റ ഇരുവരെയും കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകി. പുറനാട്ടുകരയിൽ ക്ഷേത്രക്കുളത്തിൽ വിദ്യാർത്ഥി മുങ്ങിമരിച്ചു. അടാട്ട് ഉടലക്കാവ് സ്വദേശി അമ്പാടി വീട്ടിൽ ശ്രീഹരിയാണ് മരിച്ചത്. 21 വയസ്സായിരുന്നു. തിരുവല്ലയിലെ എഞ്ചിനീയറിംഗ് കോളേജ് ബിടെക് വിദ്യാർത്ഥിയാണ്. ശബരിമലയ്ക്ക് പോകുന്നതിന് മാലയിട്ട ശ്രീഹരി ക്ഷേത്രക്കുളത്തിൽ അച്ഛനോടൊപ്പം കുളിക്കാൻ പോയതായിരുന്നു. അച്ഛനും കുളക്കടവിൽ ഉണ്ടായിരുന്നവരും രക്ഷിക്കാൻ ശ്രമിച്ചുവെങ്കിലും സാധിച്ചില്ല. തൃശൂരിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് ശ്രീഹരിയെ പുറത്തെടുത്തത്. പേരാമംഗലം പോലീസും സ്ഥലത്തെത്തിയിരുന്നു. പുത്തൻപീടികയിൽ സൂപ്പർമാർക്കറ്റ് ഉടമയുടെ വീടിന് നേരെ ആക്രമണം. പുത്തൻപീടിക പള്ളിക്കു സമീപം കിഴക്കേ അങ്ങാടി താണിക്കൽ തോമസിന്റെ വീടിന് നേരെയാണ് ആക്രമണം നടന്നത്. തോമസിനെയും മകളെയും ആക്രമിച്ചതായി അന്തിക്കാട് പോലീസിൽ പരാതി നൽകി. സൈക്കിളും വീടിന്റെ മതിലിലെ ലൈറ്റുകളും അക്രമികൾ നശിപ്പിച്ചിട്ടുണ്ട്. പുത്തൻപീടിക സെന്ററിൽ സൂപ്പർമാർക്കറ്റ് നടത്തുന്ന തോമസ് കടയിലേക്ക് പോകുന്നതിന് വീട്ടിൽ നിന്നും ഇറങ്ങിയപ്പോഴായിരുന്നു ആക്രമണം ഉണ്ടായത്. തലയ്ക്ക് പരിക്കേറ്റ തോമസിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സ്കൂൾ ഒളിമ്പിക്സ് മാതൃകയിൽ നടത്തിയ പ്രഥമ സംസ്ഥാന സ്കൂൾ കായികോത്സവത്തിൽ 1, 2, 3 സ്ഥാനം നേടിയ മെഡൽ ജേതാക്കൾക്ക് തൃശൂർ ജില്ലാ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ആദരം സംഘടിപ്പിച്ചു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സ്പോർട്സ് കോർഡിനേറ്റർ AS മിഥുൻ, റവന്യൂ ജില്ലാ സെക്രട്ടറി KK മജീദ് എന്നിവർ ചേർന്ന് പുരസ്കാരങ്ങൾ സമർപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജയപ്രകാശ് പൂവത്തിങ്കൽ, ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് KR സാംബശിവൻ, ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ AK അജിതാകുമാരി തുടങ്ങിയവർ പങ്കെടുത്തു. ജയിൽ ജീവനക്കാരുടെ മധ്യമേഖലാ പ്രിസൺ മീറ്റിന് തൃശൂരിൽ തുടക്കമായി. തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഗ്രൗണ്ടിൽ നടന്ന മീറ്റ് മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം വിക്ടർ മഞ്ഞില ഉദ്ഘാടനം ചെയ്തു. മധ്യമേഖലാ ജയിൽ DIG P അജയകുമാർ അധ്യക്ഷത വഹിച്ചു. റീജിയണൽ വെൽഫെയർ ഓഫീസർ TG സന്തോഷ്, വിയ്യൂർ അതീവ സുരക്ഷാ ജയിൽ സൂപ്രണ്ട് TR രാജീവ്, വിയ്യൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് K അനിൽകുമാർ, ആലുവ ജയിൽ സൂപ്രണ്ട് അനീഷ് കുമാർ, ജയിൽ ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി PV ജോഷി, തൃശൂർ മേഖലാ സെക്രട്ടറി അഭിരാജ് മദനൻ, കൺവീനർ TK സന്തോഷ് കുമാർ എന്നിവർ സംസാരിച്ചു. അത്ലറ്റിക്സ്, വോളിബോൾ, ക്രിക്കറ്റ്, ഫുട്ബോൾ മത്സരങ്ങൾ തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഗ്രൗണ്ടിലും, ഷട്ടിൽ ബാഡ്മിന്റൺ രാമവർമ്മപുരം പോലീസ് അക്കാദമി ഇൻഡോർ സ്റ്റേഡിയത്തിലും, ചെസ്, ക്യാരംസ്, രചന മത്സരങ്ങൾ സിക്ക ഹാളിലുമാണ് നടക്കുന്നത്. 3 ദിവസങ്ങളിലായി നടക്കുന്ന കായികമേള ഞായറാഴ്ച സമാപിക്കും. വെങ്കിടങ്ങ് പഞ്ചായത്തിലെ വെണ്ണേങ്കോട്ട് റോഡ് തകർന്നു. ജനങ്ങൾ യാത്രാ ദുരിതത്തിൽ. 970 മീറ്റർ നീളമുള്ള പഞ്ചായത്തിലെ പ്രധാന ലിങ്ക് റോഡാണ് വെണ്ണേങ്കോട്ട് റോഡ്.
വിദ്യാർത്ഥികളടക്കം നിരവധി പേർ നിത്യവും സഞ്ചരിക്കുന്ന റോഡ് തകർന്ന് സഞ്ചാരയോഗ്യമല്ലാതായിട്ട് 1 വർഷത്തിലേറെയായി. റോഡിലെ ടാറിംഗ് അടർന്ന മെറ്റലുകൾ പുറത്തുവന്ന നിലയിലാണ്. ഇതിനു പുറമെ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി പൈപ്പുകൾ സ്ഥാപിക്കുന്നതിന് കാന കോരിയത് ശരിയായി മൂടുകയോ ടാറിംഗ് നടത്തുകയോ ചെയ്തിട്ടില്ല. റോഡിൽ കുടിവെള്ള പൈപ്പിടുന്നതിന് കാന കോരിയ ഭാഗത്ത് വലിയ കുറ്റിച്ചെടികൾ വളർന്നു നിൽക്കുന്നതിനാൽ റോഡിന്റെ വീതി കുറഞ്ഞ നിലയിലാണ്. വീതി കുറഞ്ഞ ഈ റോഡിലൂടെ വലിയ ഭാരവാഹനങ്ങൾ പോകുന്നതുമൂലം ചില ഭാഗങ്ങളിൽ റോഡ് ഇടിയുന്നതായും പരിസരവാസിയായ ഷാജി ചിറയത്ത് പറഞ്ഞു. ഈ കാട് പിടിച്ച പുല്ലുകൾ ഉള്ളത് കൊണ്ട് അവർ ഒരു സൈഡ് ചേർത്ത് എടുക്കും. ഒരു സൈഡിലെ പുല്ലുകൾ കാണാനില്ല. അപ്പോൾ അവർ ആ ചേർത്ത് എടുക്കുമ്പോൾ ആ വാഹനം അപ്പുറത്തേക്ക് മറിയാനുള്ള ടെൻഡൻസി ഉണ്ട്. ചെറിയ റോട്ടിൽ കൂടെ ഇത്ര വലിയ വാഹനങ്ങൾ വരുമ്പോൾ അവിടെ ഇത്ര യൂണിറ്റ് കയറാൻ പാടുള്ളൂ എന്നുള്ളത് ഒരു ദിശാ ബോർഡും കൂടി അവിടെ സ്ഥാപിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ട് തോന്നുന്നു. റോഡിന്റെ ഇരുഭാഗത്തുമുള്ള ആഴമേറിയ കാന കാൽനട യാത്രക്കാർക്ക് പലപ്പോഴും അപകട കെണി ഒരുക്കുന്നുണ്ട്. തകർന്ന റോഡിലൂടെ ഓട്ടോറിക്ഷകൾ ഓട്ടം വിളിച്ചാൽ വരാൻ തയ്യാറാകുന്നില്ലെന്ന് നാട്ടുകാർ പരാതിപ്പെട്ടു. പലതവണ പരാതി നൽകിയിട്ടും റോഡ് പുനർനിർമ്മിക്കുന്നതിന് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് പൊതുപ്രവർത്തകനും ഓട്ടോറിക്ഷ ഡ്രൈവറുമായ ശ്രീജിത്ത് കൂട്ടാലയ്ക്കൽ പറഞ്ഞു. ഈ വെണ്ണാങ്കോട് റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് വാഹനങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ എല്ലാം ഉണ്ടായിട്ടുള്ളതാണ്. പൈപ്പ് ലൈനിന് പൊളിച്ച് ഈ കാട് പിടിച്ച് കിടക്കുന്നതും വെങ്കിടങ്ങ് പഞ്ചായത്തിലെ വെണ്ണാങ്കോട് റൂട്ടിലാണ്. ഇതിൽ പലവട്ടം വെങ്കിടങ്ങ് പഞ്ചായത്തിലെ ഗ്രാമപഞ്ചായത്തിൽ പരാതി നൽകിയിട്ടും പരിഹാരം കാണാൻ പഞ്ചായത്ത് അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. വാർഡ് മെമ്പറോടും എല്ലാവരോടും പറഞ്ഞു, ഒരു പരാതി നൽകി, മാസ് പെറ്റീഷൻ നൽകി. ഇതുവരെ ഒരാളും ഒരു പരിഹാരം കാണാൻ തയ്യാറായിട്ടില്ല. വെണ്ണേങ്കോട്ട് റോഡിനോടുള്ള വെങ്കിടങ്ങ് പഞ്ചായത്ത് അധികൃതരുടെ അവഗണന ഇനിയും തുടരുകയാണെങ്കിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ശക്തമായ സമരപരിപാടികൾക്ക് രൂപം നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് നാട്ടുകാർ. TCV ന്യൂസ്, പാവറട്ടി. പാലക്കാട് കോങ്ങാട് പറശ്ശേരിക്കടുത്ത് സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ടുമറിഞ്ഞ് നിരവധി പേർക്ക് പരിക്ക്. പാലക്കാട് ചെർപ്പളശ്ശേരി റൂട്ടിലോടുന്ന സ്വകാര്യ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. വെള്ളിയാഴ്ച രാത്രി 8 മണിയോടെയായിരുന്നു അപകടം. ബസ് ഇടിച്ച് റോഡിനു സമീപത്തെ വൈദ്യുതി പോസ്റ്റ് തകർന്നു. പരിക്കേറ്റവരെ നാട്ടുകാരും ആംബുലൻസ് പ്രവർത്തകരും ചേർന്ന് വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. പഴയന്നൂർ നിറമാല ആഘോഷത്തിനിടെ ക്ഷേത്ര ദർശനത്തിനെത്തിയ വീട്ടമ്മയുടെ സ്വർണ്ണമാല മോഷ്ടിച്ച യുവതിയെ പിടികൂടി. പഴയന്നൂർ മേപ്പാടത്തുപറമ്പ് വെള്ളിയോട്ടിൽ സരസ്വതിയുടെ 2 പവൻ വരുന്ന താലിമാലയാണ് നഷ്ടപ്പെട്ടത്. ഉടൻ ക്ഷേത്രത്തിലുണ്ടായിരുന്ന പോലീസിനെ വിവരമറിയിച്ചു. ക്ഷേത്രത്തിൽ സ്ഥാപിച്ച CCTV ക്യാമറകളിൽ പരിശോധന നടത്തിയപ്പോഴാണ് മാല മോഷ്ടിച്ച യുവതിയെ തിരിച്ചറിഞ്ഞത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ മാല മോഷ്ടിച്ച തമിഴ്നാട് സ്വദേശിനി ഭഗവതി എന്ന് വിളിക്കുന്ന യുവതിയെ പോലീസ് പിടികൂടി. പാർലിക്കാട് ബൈപ്പാസിൽ ഓട്ടോറിക്ഷയും ടൂറിസ്റ്റ് ബസ്സും കൂട്ടിയിടിച്ച് ഓട്ടോ ഡ്രൈവർക്ക് പരിക്കേറ്റു. ചേലക്കര സ്വദേശി ഹനീഫയ്ക്കാണ് പരിക്കേറ്റത്. ഹനീഫയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചേലക്കരയിലേക്ക് പല വ്യഞ്ജനങ്ങളുമായി പോയിരുന്ന ഓട്ടോറിക്ഷയാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ ഓട്ടോറിക്ഷ പൂർണ്ണമായും തകർന്നു. ദേശീയപാത തിരുവത്ര പുതിയറയിൽ നിയന്ത്രണം വിട്ട ചരക്ക് ലോറി ഡിവൈഡറിൽ ഇടിച്ചു. ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കോഴിക്കോട് നിന്ന് ലോഡുമായി എറണാകുളത്തേക്ക് പോവുകയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. ഡിവൈഡറിനു സമീപം അപകട സൂചനകൾ ഉണ്ടായിരുന്നില്ലെന്നും ഇതാണ് അപകടത്തിന് കാരണമായതെന്നും ഡ്രൈവർ പറഞ്ഞു. ഇടിയുടെ ആഘാതത്തിൽ ലോറിയുടെ മുൻഭാഗം തകർന്നു. അപകടത്തിൽപ്പെട്ട ലോറി സ്ഥലത്തു നിന്നും മാറ്റി. അത്യാധുനിക നേത്രപരിചരണ സാങ്കേതിക വിദ്യയും സേവനങ്ങളും പരിചയപ്പെടുത്തി ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഹോസ്പിറ്റൽ കുന്നംകുളത്ത് പ്രവർത്തനമാരംഭിച്ചു. കെ രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം ചെയ്തു. AC മൊയ്തീൻ MLA, കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, മാക്സിവിഷൻ ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ GSK വേലു, ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ റാണി മേനോൻ, മാക്സിവിഷൻ ഗ്രൂപ്പ് CEO സുധീർ VS എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. 5000 ചതുരശ്ര അടി സ്ഥലത്ത് നിർമ്മിച്ചിരിക്കുന്ന ആശുപത്രിയിൽ കാഴ്ച വൈകല്യങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ഏറ്റവും അത്യാധുനിക പരിശോധന ഉപകരണങ്ങളും തിമിരം, റിഫ്രാക്റ്റീവ് പ്രശ്നങ്ങൾ എന്നിവ ചികിത്സിക്കുന്നതിനുള്ള നൂതന റോബോട്ടിക് സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടെ സൂപ്പർ സ്പെഷ്യാലിറ്റി നേത്രപരിപാലന ശസ്ത്രക്രിയാ സൗകര്യങ്ങളും ലഭ്യമാണ്. മോഡുലാർ HEPA ഫിൽട്ടറുകളുള്ള അത്യാധുനിക അണുബാധ നിയന്ത്രിത ഓപ്പറേഷൻ തിയേറ്ററുകൾ, 3 കൺസൾട്ടേഷൻ മുറികൾ, 6 ഡയഗ്നോസ്റ്റിക് സ്റ്റേഷനുകൾ, ഹോംലി പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡുകളും മുറികളും വിശാലമായ ഒപ്റ്റിക്കൽ സ്റ്റോർ എന്നിവയും പുതിയ ആശുപത്രിയിലുണ്ട്. ഡയബറ്റിക് റെറ്റിന, പീഡിയാട്രിക്, ഒക്ലോപ്ലാസ്റ്റി, കോർണിയ, നേത്രരോഗത്തിലെ മറ്റ് സൂപ്പർ സ്പെഷ്യാലിറ്റികൾ എന്നിവയിൽ സ്പെഷ്യലൈസ് ചെയ്ത സൂപ്പർ സ്പെഷ്യാലിറ്റി ഡോക്ടർമാരും ആശുപത്രിയിലുണ്ടാകും.
ലഭ്യമാകും. മാക്സിവിഷൻ കുന്നംകുളത്തേക്ക് വ്യാപിപ്പിക്കാനും ലോകോത്തര നേത്ര സംരക്ഷണ സേവനങ്ങൾ ഈ മേഖലയിൽ ലഭ്യമാക്കാനും സാധിച്ചതിൽ സന്തുഷ്ടരാണെന്ന് ചെയർമാൻ ഡോക്ടർ GSK വേലു പറഞ്ഞു. കഴിഞ്ഞ 30 വർഷമായി തൃശൂർ, ഗുരുവായൂർ, വടക്കാഞ്ചേരി എന്നിവിടങ്ങളിൽ തിമിരം, ഗ്ലോക്കോമ, ലാസിക് ശസ്ത്രക്രിയകൾ എന്നിവ ചെയ്യുന്നതിന്റെ അനുഭവ സമ്പത്താണ് തന്റെ കരുത്തെന്ന് മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ റാണി മേനോൻ പറഞ്ഞു. ഈ സാമ്പത്തിക വർഷാവസാനത്തോടെ 70-ലധികം ആശുപത്രികളുള്ള ആശുപത്രി ഗ്രൂപ്പായി മാറുമെന്നും മുൻഗണനാ പട്ടികയിൽ കേരളം ഉൾപ്പെടുന്നതായും മാക്സിവിഷൻ ഗ്രൂപ്പ് CEO സുധീർ VS പറഞ്ഞു. തൃശൂർ ഫ്ലവർ ഷോ സംഘാടകരായ ഗ്രീൻ ഹോർട്ടിക്കൾച്ചറൽ സൊസൈറ്റി ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. സൊസൈറ്റി പ്രസിഡന്റായി സെബി ഇരുമ്പനെയും സെക്രട്ടറിയായി മനോജ് മുണ്ടപ്പാട്ടിനെയും തെരഞ്ഞെടുത്തു. സിജോ ദേവസി, ഷജീദ്, മുഹമ്മദ് ബാബു തുടങ്ങിയവരാണ് മറ്റു ഭാരവാഹികൾ. ജനുവരി 10 മുതൽ 22 വരെ ശക്തൻ തമ്പുരാൻ നഗറിൽ തൃശൂർ ഫ്ലവർ ഷോ നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. തൃശൂർ പുത്തൻപള്ളി പരിശുദ്ധ വ്യാകുലമാതാവിന്റെ ബസലിക്ക തീർത്ഥകേന്ദ്രത്തിലെ പ്രതിഷ്ഠാ തിരുനാളിനെ കൊടിയേറി. ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ കൊടിയേറ്റം നിർവഹിച്ചു. പുത്തൻപള്ളി വികാരി ഫാദർ ഫ്രാൻസിസ് പള്ളിക്കുന്നത്ത്, ജനറൽ കൺവീനർ പോൾ ആലപ്പാട്ട് എന്നിവർ സന്നിഹിതരായിരുന്നു. ഈ മാസം 22, 23, 24, 25 തീയതികളിലാണ് തിരുനാൾ. 21 വ്യാഴാഴ്ച തിരുനാൾ പ്രസുതേന്തി വാഴിക്കലും വൈകിട്ട് ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മവും നടക്കും. 22 വൈകിട്ട് അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ കൂട് തുറക്കലും രൂപം എഴുന്നള്ളിച്ചു വയ്ക്കലും നടക്കും. 23 വിവിധ കുടുംബ യൂണിറ്റുകളിൽ നിന്നുള്ള അമ്പ് വള എഴുന്നള്ളിപ്പുകൾ ദേവാലയത്തിലെത്തി സമാപിക്കും. തിരുനാൾ ദിനമായ 24 രാവിലെ 10 നടക്കുന്ന തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ പോൾ പൂവത്തിങ്കൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. വൈകിട്ട് തിരുനാൾ ജപമാല പ്രദക്ഷിണവും വ്യാകുലം എഴുന്നള്ളിപ്പും നടക്കും. തിങ്കളാഴ്ച രാത്രി ബാൻഡ് വാദ്യ മത്സരത്തിന് ശേഷമുള്ള ഫാൻസി വർണ്ണമഴയോടെ തിരുനാൾ ചടങ്ങുകൾക്ക് സമാപനമാകും. അയനം സാംസ്കാരിക വേദി ചെയർമാനായി വിജേഷ് എടക്കുന്നിയെയും കൺവീനറായി PV ഉണ്ണികൃഷ്ണനെയും തെരഞ്ഞെടുത്തു. സുബീഷ് തെക്കൂട്ട്, US ശ്രീശോഭ്, TM അനിൽകുമാർ, MR മൗനീഷ് തുടങ്ങിയവരാണ് മറ്റു ഭാരവാഹികൾ. സർക്കാർ ബഡ്ജറ്റിൽ നിർദ്ദേശിച്ച ജില്ലകൾ തോറുമുള്ള സാംസ്കാരിക സമുച്ചയം ആധുനിക സാങ്കേതിക സംവിധാനങ്ങളോടെ തൃശൂരിൽ യാഥാർത്ഥ്യമാക്കണമെന്ന് അയനം സാംസ്കാരിക വേദി ആവശ്യപ്പെട്ടു. ശിശുദിനാഘോഷത്തിന്റെ ഭാഗമായി തൃശൂർ ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റലിന്റെ ആഭിമുഖ്യത്തിൽ കുട്ടിവര സീസൺ 3 ചിത്രരചന മത്സരം സംഘടിപ്പിച്ചു. ഞായറാഴ്ച നടത്തിയ ചിത്രരചനാ മത്സരത്തിൽ ലോവർ പ്രൈമറി, അപ്പർ പ്രൈമറി വിഭാഗങ്ങളിലായി ചേർപ്പ്, തൃശൂർ ആര്യ ഐ കെയർ ഹോസ്പിറ്റലുകളിൽ 250-ലേറെ വിദ്യാർത്ഥികൾ പങ്കെടുത്തു. LP വിഭാഗത്തിന് സൂര്യോദയവും UP വിഭാഗത്തിന് പ്രകൃതി ദുരന്തവുമായിരുന്നു ചിത്രരചനയ്ക്കുള്ള വിഷയം. ആര്യ ഐ കെയർ മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ KB മിനുദത്ത്, നേത്രരോഗ വിദഗ്ധരായ ഡോക്ടർ സനൽകുമാർ, ഡോക്ടർ എബിൻ ജോർജ്, ഡോക്ടർ ജോയൽ ആന്റണി എന്നിവർ തൃശൂരിലെയും ഡോക്ടർ ദിവ്യ ധർമ്മജൻ, ഡോക്ടർ നന്ദന ബഷീർ എന്നിവർ ചേർപ്പിലെയും ആര്യ ഐ കെയർ ഹോസ്പിറ്റലുകളിൽ നടന്ന ചിത്രരചനാ മത്സരത്തിലെ വിജയികളെ പ്രഖ്യാപിച്ചു. ചടങ്ങിൽ ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ ജനറൽ മാനേജർ RK നവീൻ, ഓപ്പറേഷൻസ് മാനേജർ ബിജേഷ് നാഥൻ, മാർക്കറ്റിംഗ് മാനേജർ സുനീഷ് ചന്ദ്രൻ, HR മാനേജർ സന്തോഷ് കുമാർ, സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ ജിഷാദ് തുടങ്ങിയവർ പങ്കെടുത്തു. ചേർപ്പ് ബ്രാഞ്ചിൽ LP വിഭാഗത്തിൽ KG ദേവിയാൻ, UP വിഭാഗത്തിൽ KR ആൽമിക്, തൃശൂരിൽ LP വിഭാഗത്തിൽ മുഹമ്മദ് അയാൻ, UP വിഭാഗത്തിൽ G ക്രതീഷ് എന്നിവർ 1ാം സമ്മാനം നേടി. വിജയികൾക്ക് 1ാം സമ്മാനമായി 5000 രൂപയും 2ാം സമ്മാനമായി 2500 രൂപയും 3ാം സമ്മാനമായി 1500 രൂപയും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. സ്കൂട്ടറിൽ സഞ്ചരിച്ച് മദ്യവിൽപ്പന നടത്തിയ യുവാവിനെ കോലഴി എക്സൈസ് സംഘം പിടികൂടി. മാടക്കത്തറ സ്വദേശി തറയിൽ വീട്ടിൽ വിനീഷത മൗഗ്ലി വിനീഷിനെയാണ് കരുവാൻകാട് നിന്ന് എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത്. ഇയാളിൽ നിന്ന് 5 ലിറ്റർ വിദേശ മദ്യവും 3000 രൂപയും പിടിച്ചെടുത്തു. കോലഴി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ KV നിധിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ KM സജീവും സംഘവുമാണ് പ്രതിയെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6930 രൂപ, പവന് 55,440 രൂപ. വെള്ളി ഗ്രാമിന് 97 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3232 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും.
പൂരം നടത്തിപ്പിനെതിരെയുള്ള നിയമങ്ങൾ പിൻവലിക്കണമെന്ന ആവശ്യം ശക്തം. തൃശൂരിൽ പ്രതീകാത്മക പൂരം നടത്തി പൂരപ്രേമി സംഘം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപടിയെടുക്കണമെന്ന് മുൻമന്ത്രി VS സുനിൽകുമാർ. ഹൈക്കോടതി മാർഗനിർദ്ദേശമനുസരിച്ച് തൃശൂർ പൂരം നടത്താനാകില്ലെന്ന് പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾ. തൃശൂർ ശക്തൻ ബസ് സ്റ്റാൻഡ് ആധുനിക രീതിയിൽ കോൺക്രീറ്റിംഗ് ചെയ്യുന്ന പ്രവൃത്തികൾക്ക് തുടക്കമായി. നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഏർപ്പെടുത്തിയ ക്രമീകരണം വൻ ഗതാഗത കുരുക്കിന് ഇടയാക്കി. തൃശൂർ ശക്തൻ നഗറിൽ KSRTC ബസ്സിടിച്ച് തകർന്ന ശക്തൻ തമ്പുരാന്റെ പ്രതിമ അറ്റകുറ്റപ്പണികൾക്ക് ശേഷം പുനഃസ്ഥാപിച്ചു. 5 മാസത്തിന് ശേഷമാണ് പ്രതിമ പുനഃസ്ഥാപിച്ചത്. തളിക്കുളം ഹാഷിദ കൊലക്കേസിൽ പ്രതിക്ക് ജീവപര്യന്തം തടവും 1,50,500 രൂപ പിഴയും ശിക്ഷ. കാട്ടൂർ പണിക്കർമൂല സ്വദേശി മുഹമ്മദ് ആസിഫ് അസീസിനെയാണ് ഇരിഞ്ഞാലക്കുട അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ശിക്ഷിച്ചത്. ഇനി ശരണം വിളിയുടെ നാളുകൾ. മണ്ഡലകാലത്ത് തീർത്ഥാടകരെ വരവേൽക്കാൻ ഗുരുഭവനപുരി ഒരുങ്ങി. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.